ഹായ് ഓൾ, വെൽക്കം ടു കോപ്പറേറ്റീവ് ഹെൽപ്പർ. ഇപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്കിങ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പഠിക്കേണ്ട ഒരു നിയമമാണ്. ഓക്കെ, നമുക്ക് പ്രധാനമായിട്ടും ബാങ്കിങ്ങിൽ നമുക്ക് 3 നിയമങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട്, പിന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്, പിന്നെ നമ്മുടെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ഇങ്ങനെ നമുക്ക് 3 നിയമങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. നമ്മുടെ സിലബസ് പ്രകാരം പറയുന്നതാണ്. ഇതൊന്നും ഏറ്റവും വൈഡ് ആയിട്ടുള്ള സിലബസ്, അതായത് റാങ്ക് മേക്കിംഗ് ആയി മാറാൻ സാധ്യതയുള്ളത് നമ്മുടെ ബാങ്കിങ് ആണ്. അപ്പോൾ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ നിന്നുള്ള 20 മാർക്ക് ഒക്കെ നമുക്ക് നഷ്ടപ്പെടും. കാരണം നിങ്ങൾ ആ സിലബസ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് കണ്ട് തന്നെ അറിയാം, പുതിയ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇവിടെ ചെയ്യേണ്ട കാര്യം, നമുക്ക് ഓരോ ദിവസം കുറേശ്ശെ കാര്യങ്ങൾ പഠിച്ചങ്ങ് പോകാം. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം ചെക്ക് ആയിക്കോട്ടെ, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രൊമിസറി നോട്ട്, ഇതിനെക്കുറിച്ചെല്ലാം പഠിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക്. പിന്നെ കുറെ മറ്റു നിയമങ്ങൾ, ബാങ്കിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള ആ ഒരു സിസ്റ്റം, ബാങ്കിങ് സിസ്റ്റം പഠിക്കാനുണ്ട്, റിലേഷൻഷിപ്പ് പഠിക്കാനുണ്ട്, ഒത്തിരി ഉണ്ട് പഠിക്കാൻ. പറയുകയാണെങ്കിൽ കുറെ നേരം അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളത് ഓർത്ത് സങ്കടപ്പെടേണ്ട കാര്യങ്ങൾ നമുക്ക് പഠിച്ചങ്ങ് തുടങ്ങാം. നമ്മൾ ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പൊ നമുക്ക് NI ആക്ടിൽ തുടങ്ങിയേക്കാം. ഓക്കെ, NI ആക്ട് നമുക്ക് തുടങ്ങാം. ശരി, അപ്പൊ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. ഇപ്പൊ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പാസ്സാക്കിയത് ഏത് വർഷമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഫസ്റ്റ് പോയിന്റ്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്. ഇപ്പൊ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ 1881 അല്ലെങ്കിൽ 1881 എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ എന്നാണ് NI ആക്ട് പാസ്സായത്? പറഞ്ഞ NI ആക്ട് നേരിട്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ പഠിച്ചാൽ മതി. 1881 നമ്മുടെ ഹെഡിങ് പോലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 പാസ്സാക്കി. ക്ലിയർ അല്ലേടെ? NI ആക്ട് അത് നിയമമാണ്. ഓക്കെ, NI ആക്ട് പാസ്സാക്കിയ വർഷം 1881 ഓർത്ത് വെച്ചേക്ക. ഡേറ്റ് 9/12/1881 കേട്ടോ. 9/12/1889, 9 ഡിസംബർ 1881 ഇത് പാസ്സാക്കുന്നത്. ഓക്കെ, പാസ്സാക്കുന്ന ഓർത്ത് വെച്ചേക്കുക. അതുകൊണ്ട് നമ്മൾ ഓൾറെഡി ഇപ്പൊ കേസസ് ആക്ട് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഈ ആക്ട് നമ്പർ പഠിക്കാറുണ്ട്. ആക്ട് നമ്പർ, ഇപ്പൊ NI ആക്ടിന്റെ ആക്ട് നമ്പർ എന്ന് പറയുന്നത് ആക്ട് നമ്പർ 26 ആണ് കേട്ടോ. അപ്പൊ 1881 26ാമത്തെ ആക്ട് ആയിട്ടാണ് NI ആക്ട് പാസ്സാക്കിയത്. ക്ലിയർ അല്ലേ? എന്നാണ് പറഞ്ഞത്, 1881 26ാമത്തെ ആക്ട് ആയിട്ടാണ് NI ആക്ട് പാസ്സാക്കിയത്. ഓർത്ത് വെച്ചേക്കുക. ഇപ്പൊ NI ആക്ട് പാസ്സാക്കിയ വർഷം 1881, NI ആക്ട് 1881 26ാമത്തെ ആക്ട് നമ്പർ 26 എന്ന് പറഞ്ഞാല് 1881 26ാമത്തെ ആക്ട് ആയിട്ടാണ് NI ആക്ട് പാസ്സാക്കിയത്. ഓക്കെ, പാസ്സാക്കി തന്നാണ്. പക്ഷെ എന്ന് മുതലാണ് ഇത് കെയിം ഇൻ ടു ഫോഴ്സ്, പ്രാബല്യത്തിൽ വന്നത് അല്ലെ? NI ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് പഠിക്കാനുണ്ട്. പാസ്സാക്കിയത് 1881 ഫസ്റ്റ് മാർച്ച് 1882 മുതലാണ് ഇത് കെയിം ഇൻ ടു ഫോഴ്സ് അല്ലെങ്കിൽ പ്രാവർത്തികമാകുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പൊ ഓർത്ത് എത്ര പോയിന്റ്സ് ഞാൻ പറഞ്ഞത്? 1881 NI ആക്ട് പാസ്സാക്കിയത്. ഓക്കെ, 9/12/1881 ഓർത്ത് വെച്ചേക്കുക. NI ആക്ട് എന്ന് പറഞ്ഞാൽ 1881 26ാമത്തെ ആക്ട് ആണ്. NI ആക്ട് നിലവിൽ വന്നത് എന്ന് മുതലാണ്, അല്ലെങ്കിൽ എന്ന് മുതലാണ് പ്രാവർത്തികമായത്, അല്ലെങ്കിൽ പ്രവർത്തിയിൽ വരുന്നത്, അല്ലെങ്കിൽ കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മാർച്ച് 1882. ഇത് 3 പോയിന്റും പഠിക്കണം. ഈ 3 പോയിന്റും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഇനി NI ആക്ടിലെ എത്ര വകുപ്പുകളുണ്ട്? 148 വകുപ്പുകളുണ്ട്. എത്ര വകുപ്പുകളുണ്ട്, എത്ര സെക്ഷൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 148 സെക്ഷൻസ് ഉണ്ട് എന്ന് ഓർത്ത് വെച്ചു കേട്ടോ. 148 സെക്ഷൻസ് ആണ് ഇവിടെ പറയുന്നത്. 148 സെക്ഷൻസ് ആണ് ഇവിടെ പറയുന്നത്. അടുത്തത്, ഇതാരാണ് എഴുതി തയ്യാറാക്കിയെന്ന് ചോദിച്ചാൽ അത് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. NI ആക്ട് ഡ്രാഫ്റ്റ് ചെയ്തത് ആരാണ്? ഡ്രാഫ്റ്റ് ചെയ്തതിനു ശേഷമായിരിക്കുമല്ലോ നിയമമായി മാറുക. ആരാണ് ഡ്രാഫ്റ്റ് എന്ന് ചോദിച്ചാൽ ഓർത്ത് നമുക്ക് അത് ഇന്ത്യൻ ലോ കമ്മീഷനാണ് കേട്ടോ. എന്താണ്? ഇന്ത്യൻ ലോ കമ്മീഷനാണ് NI ആക്ട് ഡ്രാഫ്റ്റ് ചെയ്തത്. അതും പഠിച്ചു, ഇപ്പൊ തന്നെ പഠിച്ചിട്ടുണ്ട്, എളുപ്പമല്ലേ പഠിക്കാൻ. 1881 നിയമം വരുന്നത്. 1881 26ാമത്തെ നിയമമാണ് നിലവിൽ വരുന്നത്. കെയിം ഇൻ ടു ഫോഴ്സ്, നിലവിൽ കെയിം ഇൻ ടു ഫോഴ്സ് പ്രവൃത്തി പദത്തിൽ വരുന്നത് അല്ല, പ്രാബല്യത്തിൽ വരുന്നത് 1/3/1882 ടോട്ടല് 148 സെക്ഷൻ ഉണ്ട്. അതിൽ 148ാമത്തെ സെക്ഷൻ ആഡ് ചെയ്തത് 2018. അപ്പം 48 എന്ന് ഓർത്താൽ മതി കേട്ടോ. 148ാമത്തെ വകുപ്പ് ആഡ് ചെയ്തത് 2018. ഓക്കെ,
ഇനി NI Act എന്ന് പറയുന്നത് NI Act ആർ ദോസ് ഡോക്യുമെന്റ്സ് വിച്ച് ആർ യൂസ്ഡ് ടു മേക്കിംഗ് പേയ്മെന്റ്. ഇപ്പൊ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് നെഗോഷ്യബിൾ എപ്പോഴും കേൾക്കാറുണ്ട്. ഓക്കെ, ഇപ്പൊ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഏറ്റവും പ്രധാനമായിട്ട് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന് വേണ്ട ഒരു ഫീച്ചറാണ് നെഗോഷ്യബിലിറ്റി എന്ന് പറയും. ഓക്കെ, എന്നാണ് ഞാൻ പറഞ്ഞത്, നെഗോഷ്യബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇത് കൈമാറി കൊടുക്കാൻ പറ്റണം, ഒന്ന് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണം. ക്ലിയർ ആണ്? അതായത് ഒരു ഇൻസ്ട്രുമെന്റ് വേറൊരാൾക്ക് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റണം. ഓക്കെ, അതുപോലെ തന്നെ അത് സ്വീകരിക്കുന്ന വ്യക്തി, അതായത് റിസീവ് ചെയ്യുന്ന വ്യക്തി എന്തായിരിക്കണം, അദ്ദേഹം അത് ഉത്തമ വിശ്വാസത്തോടെ ആയിരിക്കണം വാങ്ങേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ അവിടെ വീണ്ടും പറയുന്നുണ്ട്, ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണം, ഉത്തമ വിശ്വാസത്തോടെ ആയിരിക്കണം വാങ്ങേണ്ടത്. പിന്നെ വാങ്ങുന്ന വ്യക്തിക്ക് ബെറ്റർ ടൈറ്റിൽ, അതായത് ഞാനിപ്പോ ഒരു ചെക്ക് ഒരാൾക്ക് കൊടുക്കുക എന്ന് വിചാരിക്കും, ഞാൻ ഒരു ചെക്ക് ഒരാൾക്ക് കൊടുക്കുന്നു. ഞാൻ ഒരാൾക്ക് ഒരു ചെക്ക് കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ 3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം പറയുന്നത് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണം, എനിക്ക് ഇത് ഒരാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റണം. രണ്ടാമത് പറയുന്നത് കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം, അതായത് കിട്ടാനുള്ള അർഹത ഉണ്ടായിരിക്കണം അവൻ. അതായത് ഞാനിപ്പോൾ ഒരാളുടെ കടയിൽ പോയിട്ട് ഒരു 50,000 രൂപയുടെ ഫർണിച്ചർ മേടിച്ചെന്ന് വെച്ചു. ഞാൻ പൈസയ്ക്ക് പറഞ്ഞ് ഞാൻ ചെക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു ബില്ല് കൊടുക്കുകയെന്ന് വെച്ചു. ഇതെല്ലാം NI ആക്ടിന്റെ പരിധി വരുന്നതാണ്. ഒരു ബില്ല് അങ്ങ് കൊടുത്തു, അല്ല ചെക്ക് കൊടുത്തു, അല്ല ബില്ല് കൊടുത്തു, എന്തു ആയിക്കോട്ടെ. ഞാൻ ഈ ബില്ല് കൊടുക്കുന്നു. അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഞാൻ ഫ്രീ ആയിട്ട് കൈമാറാൻ പറ്റണം. ഞാൻ എന്ത് ചെയ്യുകയാണ്, ഞാൻ ആ കടക്കാരന്, അപ്പൊ രാജേഷ് എന്നാണ് ആ കടക്കാരന്റെ പേരെന്ന് ഓർത്ത് വെച്ചേക്ക്, ഞാൻ രാജേഷിന് ഒരു ബില്ല് അങ്ങ് കൊടുത്തു, അല്ലെങ്കിൽ ഒരു ചെക്ക് കൊടുത്തു വെച്ചു. അപ്പൊ അവിടെ ഫസ്റ്റ് പറയുന്നുണ്ട്, ഒന്നാമത്തെ കാര്യം എന്താണ്, ഇത് ഫ്രീ ആയിട്ട് എനിക്ക് കൈമാറാൻ പറ്റണം, ഞാൻ അവന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. രണ്ടാമത് പറയുന്നുണ്ട്, അവൻ ഇത് എന്റെ ഉത്തമ വിശ്വാസത്തോടെ ആയിരിക്കണം മേടിക്കുക. അയ്യോ ഇത് മടങ്ങാതിരിക്കുമോ എന്നുള്ള ഇതല്ല, ഇത് ഉറപ്പായിട്ടും ഇതിന് പേയ്മെന്റ് കിട്ടും എന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ വേണം അവന് മേടിക്കാൻ. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവിടെ കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ അവന് കിട്ടാനുള്ള അർഹതയുണ്ട്. കാരണം അവൻ എനിക്ക് സാധനം കടത്തിൽ തന്നു, 50,000 രൂപയുടെ പ്രൊഡക്റ്റ് എനിക്ക് അവൻ ക്രെഡിറ്റ് തന്നു, അതിന് പകരമായിട്ടാണ് ഞാനിത് കൊടുത്തത്, ഈ ഒരു ബില്ല് കൊടുക്കുന്നത്, അല്ലേ, അല്ലെങ്കിൽ ചെക്ക് കൊടുക്കുന്നത്, എന്തും ആയിക്കോട്ടെ, ഏതൊരു ഇൻസ്ട്രുമെന്റ് ആയിക്കോട്ടെ. അപ്പം ഈ 3 കാര്യങ്ങൾ ഓർക്കണം. ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണം. രണ്ടാമത് പറയുന്നുണ്ട് എന്താണ്, അവിടെ കൺസിഡറേഷൻ, അവർക്ക് കിട്ടാനുള്ള അർഹത ഉണ്ടായിരുന്നു. കാരണം എന്താണ്, അവൻ എനിക്ക് 50,000 രൂപയുടെ സാധനം തന്നപ്പോൾ അവൻ 50,000 രൂപ കിട്ടാൻ അർഹതയുണ്ട് എൻ്റെ നിന്ന്. മൂന്നാമത് പറയുന്നുണ്ട് അവന് എന്നെക്കാൾ ബെറ്റർ ടൈറ്റിൽ, അതായത് ഞാനിത് എവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വന്ന് കൊടുത്തതാണെങ്കിൽ പോലും ഇവന് പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, കാരണം ഇവന് കേസ് ഫയൽ ചെയ്യാൻ പറ്റണം. ഇവിടെ ബെറ്റർ ടൈറ്റിൽ എന്നുകൊണ്ട് അർത്ഥം വന്ന് കേസ്, അതായത് നാളെ ഇതിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടായെങ്കിൽ പോലും അവന് കേസ് ഫയൽ ചെയ്യാൻ പറ്റണം. കാരണം അത് അവന്റെ പ്രശ്നമായി വരാൻ പാടില്ല. അതായത് എന്റെ ടൈറ്റിൽ കൊള്ളത്തില്ലെങ്കിലും അവന്റെ ടൈറ്റിൽ ബെറ്റർ ആയിരിക്കും. നമ്മൾ വിശദമായിട്ട് പറയും കേട്ടോ, ഈ ടൈറ്റിലൊക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇനി ഓരോ ഇൻസ്ട്രുമെന്റ് ഒക്കെ എടുത്ത് പഠിക്കുമ്പോൾ വളരെ വിശദമായിട്ട് പഠിക്കും. ജസ്റ്റ് ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണെന്ന് ഓർത്താൽ മതി. ഇപ്പൊ ഓർത്ത് വെച്ചേക്കാൻ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ മീൻസ് ട്രാൻസ്ഫറബിൾ, ഇത് കൈമാറി കൊടുക്കാൻ പറ്റണം. ഒന്നെങ്കിൽ അത് വെറുതെ ബൈ മിയർ ഡെലിവറി, അല്ലെങ്കിൽ എൻഡോഴ്സ്മെന്റ്, അതും പഠിക്കണം. എൻഡോഴ്സ്മെന്റ് ഒക്കെ ഒത്തിരി പഠിക്കാനുണ്ട്. അപ്പൊ ഓർത്ത് വെച്ചേക്കുക, ഇപ്പം ഒരാള് പേ ടു വിഷ്ണു ഓർ ഓർഡർ എന്നും പറഞ്ഞ് എനിക്കൊരു ചെക്ക് തന്നു. എന്താണ് ഞാൻ പറഞ്ഞത്, പേ ടു വിഷ്ണു ഓർ ഓർഡർ എന്നും പറഞ്ഞ് എനിക്ക് ഒരാളൊരു ചെക്ക് തന്നു കേട്ടോ. അപ്പൊ ഈ ചെക്ക് എനിക്കിപ്പോ രാജേഷിന് കൈമാറി കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതെനിക്ക് അവിടെ എൻഡോഴ്സ്മെന്റിൽ കൂടെ മാത്രമേ കൊടുക്കാൻ പറ്റുകയുള്ളൂ. വിശദമായിട്ട് പഠിപ്പിക്കുവേ, ആരും ടെൻഷൻ അടിക്കണ്ടേ. എന്താ ഞാൻ പറഞ്ഞത്, ഒന്നെങ്കിൽ ബൈ മിയർ ഡെലിവറി അല്ലെങ്കിൽ എൻഡോഴ്സ്മെന്റ്. മിയർ ഡെലിവറി ചുമ്മാ കൊടുക്കുക. അപ്പൊ ഞാൻ ഒരാൾക്ക് ചുമ്മാ ഒരു ചെക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ഒരാൾക്ക് ചുമ്മാ എന്റെ പേരൊന്നും വെക്കാതെ എനിക്കൊരു ചെക്കും കൊടുത്തു തരുന്നത്, ഞാൻ ഒരാൾക്ക് ചുമ്മാ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അത് ബൈ മിയർ ഡെലിവറിയാണ്. അതായത് ഇപ്പൊ എനിക്ക് ഒരാൾ ചെക്ക്, ഒരു ബ്ലാങ്ക് ചെക്ക് എഴുതി തന്നു, ഞാൻ ആ ചെക്ക് വേറൊരുത്തിന് ചുമ്മാ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മിയർ ഡെലിവറി എന്ന് പറയും. അതേസമയം എന്റെ പേര് വെച്ച് എനിക്ക് ഒരാൾ ചെക്ക് തന്നു, പേ ടു വിഷ്ണു ഓർ ഓർഡർ, വിഷ്ണുവിനോ അല്ലെങ്കിൽ വിഷ്ണു പറയുന്ന ആൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് എനിക്കൊരു ചെക്ക് തന്നെങ്കിൽ ആ ചെക്ക് എന്ത് ചെയ്യുകയാണ്, ഞാൻ ഒരാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ എന്ത് ചെയ്തിരിക്കണം, അത് എൻഡോഴ്സ് ചെയ്യണം, അല്ലെ, പേരെഴുതി ഒപ്പിടണം, പഠിപ്പിക്കും, എൻഡോഴ്സ്മെന്റ് പഠിപ്പിക്കും. പുറത്ത് വെച്ചേക്കാൻ നെഗോഷ്യബിൾ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യണം, ഒന്നെങ്കിൽ ചുമ്മാ കൊടുക്കണം, ഒന്നെങ്കിൽ ബൈ മിയർ ഡെലിവറി അല്ലെങ്കിൽ എൻഡോഴ്സ്മെന്റ്. എന്റെ പേര് വെച്ചൊരു ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ എനിക്ക് വേറൊരാൾക്ക് കൈമാറി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഒപ്പിട്ടണം, ഒപ്പിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഗീവ്സ് ദ ട്രാൻസ്ഫർ എ ബെറ്റർ ടൈറ്റിൽ ദാൻ ഓഫ് എ ട്രാൻസ്ഫർ. അപ്പൊ ഞാൻ ഒരാൾക്കൊരു ഇൻസ്ട്രുമെന്റ് കൊടുക്കുമ്പോൾ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് കൊടുക്കുമ്പോൾ അവിടെ ബെറ്റർ ടൈറ്റിൽ അവനായിരിക്കും, എനിക്കല്ല. എന്നേക്കാൾ കൂടുതൽ ഒരു ടൈറ്റിൽ വരുന്ന അവനായിരിക്കും. എന്റെ ടൈറ്റിൽ കൊള്ളത്തില്ലെങ്കിൽ പോലും ഞാൻ ഒരാൾക്ക് ഒരു സ്ഥലത്ത് മോഷ്ടിച്ചുകൊണ്ട് വന്ന ചെക്ക് ഞാൻ ഒരാൾക്ക് കൈമാറി കൊടുക്കുന്നു. അപ്പൊ അവിടെ നമ്മൾ ആലോചിക്കണം,
എന്താണ് അവൻ അവിടെ കൺസിഡറേഷൻ അതിൻ്റെ നിന്ന് കിട്ടാൻ അർഹതയുണ്ട്. ഞാൻ അവന് 50,000 കൊടുക്കാനുണ്ട്. ഞാൻ വെച്ച് കട്ടോണ്ട് വന്ന് അവന് കൊടുക്കുകയാണ്, രാജേഷിന് കൊടുക്കുകയാണെങ്കിൽ പോലും അവിടെ എൻ്റെ ടൈറ്റിൽ കൊള്ളത്തില്ല, ഞാൻ കട്ടോണ്ട് വന്ന് കൊടുത്തതല്ലേ. പക്ഷെ രാജേഷിന് ടൈറ്റിൽ അവിടെ ബെറ്റർ ആയിരിക്കും, അവന് കേസ് ഫയൽ ചെയ്യാൻ പറ്റും. ഇതിനെയൊക്കെയാണ് നമ്മൾ പറയുക. ഇച്ചിരി വിശദമായിട്ട് നമ്മൾ ഇനി ഓരോ ഇൻസ്ട്രുമെന്റുകളൊക്കെ എടുത്ത് പഠിക്കുമ്പോൾ, ഓരോ സെക്ഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ വളരെ വിശദമായിട്ട് പഠിപ്പിച്ചു തരാം കേട്ടോ. ഇത്ര ഓർത്താൽ മതി. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്താണ്? ആ ട്രാൻസ്ഫറേക്കാൾ, അതായത് കൊടുക്കുന്നവനേക്കാൾ ബെറ്റർ ടൈറ്റിലായിരിക്കും അത് കിട്ടുന്നവൻ ഓർത്ത് വെച്ചിരിക്കും. ഓക്കെ. ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മളിപ്പോൾ ഓരോ നിയമം എടുക്കുമ്പോഴും അതിനെക്കുറിച്ച്, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഏതൊരു നിയമം എടുത്താലും അതിൽ ആ സംഭവത്തെക്കുറിച്ച് ഡിഫൈൻ ചെയ്യും. ഇപ്പം ഇവിടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്താണെന്ന് ഇവിടെ ചെയ്യുന്നില്ല, ഡിഫൈൻ ചെയ്യുന്നില്ല. നമ്മൾ കേസസ് ആക്ട് എടുത്ത കേസസ് ആക്ട് എന്താണെന്ന് അവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കി, ഇവിടെ NI ആക്ടില് ഇപ്പൊ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്താണെന്ന് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്നില്ല. ക്ലിയർ ആയി ഞാൻ പറയുന്നത്? അതായത് നമ്മളിപ്പോൾ സാധാരണ ഏതൊരു നിയമം എടുത്താലും ആ നിയമത്തിൽ അതെന്താണെന്ന് അവിടെ വ്യാഖ്യാനിക്കും. പക്ഷെ ഇവിടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടില് ഒരിക്കലും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്താണെന്ന് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ വ്യാഖ്യാനിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ടിട്ട് മനസ്സിലാക്കണം. ഓക്കെ. NI ആക്ടില് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്താണെന്ന് വ്യാഖ്യാനിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ അടുത്ത ചോദ്യം, സാറേ ഇപ്പൊ സെക്ഷൻ 13 എന്താണ് പറയുന്നത്? സെക്ഷൻ 13 പറയുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്താണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആകണമെന്നുണ്ടെങ്കിൽ അത് എന്ത് ഫീച്ചർ എന്നൊന്നും പറയുന്നില്ല, വ്യാഖ്യാനിക്കുന്നില്ല. ഇവര് പറഞ്ഞത്രേ ഉള്ളൂ. സെക്ഷൻ 13 പ്രകാരം എന്താണ്? ആസ് പെർ സെക്ഷൻ 13 ഓഫ് NI ആക്ട്, negotiable act instrument means or includes promissory note, bill of exchange, check. ഇവര് പറയാണ് ഇവിടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് അല്ലെ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിൽ എന്തൊക്കെയാണ് NI ആക്ട് പ്രകാരം ഇൻക്ലൂഡ് ചെയ്യുന്നത് ചോദിച്ചാൽ ഓർത്ത് വെക്കുക, അവിടെ പറയുന്നുണ്ട് പ്രൊമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്. ക്ലിയർ ആണെന്ന് അത്രേ പറയുന്നുള്ളൂ. NI ആക്ട് പ്രകാരം ഇവിടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്നതിൽ ഉൾപ്പെടുന്നത് പ്രൊമിസറി നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ചും ചെക്കുമാണ്. പ്രൊമിസറി നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ചും ചെക്കുമാണ് ഇവിടെ ഉൾപ്പെടുന്നെന്ന് മാത്രമേ ലെവന്മാര് പറയുന്നുള്ളൂ. അല്ലാതെ ഒരു ഇൻസ്ട്രുമെന്റ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ അതൊന്നും പറയുന്നില്ല. ഇതിത്രേ പറഞ്ഞു. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ അതിൽ പ്രൊമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്, അതേ പറയുന്നുള്ളൂ. ഈ ഓരോ ഇൻസ്ട്രുമെന്റും നമുക്ക് എടുത്ത് വളരെ വിശദമായിട്ട് പഠിക്കാനുണ്ട്. അടുത്തൊരു പോയിന്റ് ആണ് കറൻസി നോട്ട് എന്ന് പറയുന്നത് എന്താണ്? അതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് അല്ല. ഏത് പ്രകാരം? ആസ് പെർ സെക്ഷൻ 21 ഓഫ് ഇന്ത്യൻ കറൻസി ആക്ട്. ഇന്ത്യൻ കറൻസി ആക്ടിലെ വകുപ്പ് 21 പ്രകാരം കേട്ടോ, ഇന്ത്യൻ കറൻസി ആക്ടിലെ വകുപ്പ് 21 പ്രകാരം എന്തല്ല, ആ കറൻസി നോട്ട് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് അല്ല കേട്ടോ. കറൻസി നോട്ട് ഇസ് നോട്ട് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആസ് പെർ സെക്ഷൻ 21 ഓഫ് ഇന്ത്യൻ കറൻസി ആക്ട്. എന്നാൽ ഇപ്പൊ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിലെ സെക്ഷൻ 137 പ്രകാരം പറയുന്നത് ടൈറ്റിൽ ഓഫ് ഗുഡ്സ് ആർ നെഗോഷ്യബിൾ സച്ച് ആസ് ബിൽ ഓഫ് ലേഡിങ്, ഡോക്കു വാറന്റ്, റെയിൽവേ റെസിപ്റ്റ്, വാർ ഫിംഗർ സർട്ടിഫിക്കറ്റ്. ഇവയൊക്കെ എന്താണ്? ഇവയൊക്കെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് പ്രകാരം NI നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. ടൈറ്റിൽ കേട്ടോ, ടൈറ്റിൽ ഓഫ് ഗുഡ്സ് ആർ നെഗോഷ്യബിൾ, കൈമാറി കൊടുക്കാം. ഏതിന്റെയൊക്കെ? ബിൽ ഓഫ് ലേഡിങ്, ഡോക്കു വാറന്റ്, റെയിൽവേ റെസിപ്റ്റ്, വാർ ഫിംഗർ സർട്ടിഫിക്കറ്റ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ. ഇപ്പൊ NI ആക്ട് പ്രകാരം ഇത് 3 ഉള്ളൂ കേട്ടോ, അതാ ഏറ്റവും പ്രധാനപ്പെട്ടത്. NI ആക്ട് പ്രകാരം PBC പ്രൊമിസറി നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ചും ചെക്കും ഉള്ളൂ എന്ന് പറഞ്ഞ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഓർത്ത് വെച്ചത്. ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ്, ഇത് എല്ലാ പോയിന്റ്സും പ്രധാനപ്പെട്ടതാണ്. NI ആക്ട് പാസ്സാക്കിയത് 1881. ആരാണ്? ഇന്ത്യൻ ലോ കമ്മീഷനാണ് അത് ഡ്രാഫ്റ്റ് ചെയ്തത്. പിന്നെ അത് 1881 26ാമത്തെ ആക്ട് ആയിരുന്നു NI ആക്ട്. അത് കെയിം ഇൻ ടു ഫോഴ്സ് ഫസ്റ്റ് മാർച്ച് 1882 ഓർത്ത് വെച്ചേക്കുക. ഇതിൽ 148 സെക്ഷൻ ഉണ്ട്. 148ാമത്തെ സെക്ഷൻ ആഡ് ചെയ്ത് 2018 ഓക്കെ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട. പിന്നെ ഓർത്ത് വെച്ചേക്കുക, കൈമാറി കൊടുക്കാൻ പറ്റണം. ട്രാൻസ്ഫറേക്കാർ ബെറ്റർ ടൈറ്റിൽ ലഭിക്കുന്നതായിരിക്കും, കൺസിഡറേഷൻ ഉണ്ടായിരിക്കും എന്നൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ. നമുക്ക് എങ്ങനെയെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഓരോ ഇൻസ്ട്രുമെന്റിനെ കുറിച്ചൊക്കെ എടുത്ത് വളരെ വിശദമായിട്ട് പഠിക്കുന്നതായിരിക്കും. നിങ്ങൾ ഫോളോ ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യുക, സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്ത് ചെയ്യുക? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എന്നും വീഡിയോസ്, എല്ലാ ദിവസവും വീഡിയോസ് തരുന്നതായിരിക്കും. ഇപ്പം അടുത്ത ദിവസം തൊട്ട് GKയുടെ ഒക്കെ വീഡിയോസ്, അതായത് നിങ്ങൾക്ക് ആവശ്യമായ GK, ആർക്ക്? CSEBക്കാർക്ക് ആവശ്യമായ GKയുടെ ഒക്കെ നമ്മൾ കണ്ടൻസുകൾ വീഡിയോസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.